വലിയ പ്രചരണങ്ങളാണ് കഴിഞ്ഞ 2 ദിവസമായി, പ്രത്യേകിച്ചും പഞ്ചായത്ത് ഇലക്ഷന് ശേഷം കേരളത്തിലുടനീളം നോർത്ത് ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള ക്രൈസ്തവ ആക്രമണങ്ങൾ നടക്കുന്നു. അത് മുഴുവൻ സംഘപരിവാർ BJP സംവിധാനങ്ങളിൽ നിന്നാണ് നടക്കുന്നത്. വലിയ പ്രചരണമായിരുന്നു. ഇന്ന് ഔദ്യോഗികമായി കോൺഗ്രസിൻ്റെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അദ്ദേഹം ഇന്ന് ഇതിനെ സംബന്ധിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, തൊട്ട് അയല രാജ്യമായ ബംഗ്ലാദേശിൽ നടക്കുന്ന നരഹത്യയെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാത്ത KC വേണുഗോപാലാണ് ഇത്തരത്തിലുള്ള പ്രചരണവുമായി നടക്കുന്നതെന്നുള്ളത് അങ്ങേയറ്റം അപലപനീയമാണ്. അതുമാത്രമല്ല, ഈ വ്യാജ പ്രചരണങ്ങളിലൂടെ യഥാർത്ഥ വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കുക എന്നുള്ള വലിയ ഉദ്ദേശം കൂടി കോൺഗ്രസിനുണ്ട്. ബംഗ്ലാദേശിൽ ഉൾപ്പെടെ ഈ നരഹത്യക്ക് പിന്നിൽ ഉള്ള ശക്തികൾ ഏതൊക്കെയാണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ നേരിട്ടുള്ള ഇൻവോൾവ്മെൻ്റ് ഉള്ള അക്രമങ്ങളാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്. അതേ ജമാഅത്തെ ഇസ്ലാമിയെ സ്വന്തം ആക്കിയിട്ടുള്ള കോൺഗ്രസ്സിന് ഈ പ്രചരണങ്ങൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത് കോൺഗ്രസ്സിന് ദോഷം ചെയ്യുമെന്നുള്ള വലിയ കാഴ്ചപ്പാടിലായിരിക്കാം ഇന്ന് 2 ദിവസമായി ഭയങ്കരമായ സ്നേഹമാണ്. ആദ്യം കേരളത്തിലാണ് ഇത് ഏറ്റവും വലിയ പ്രചരണം നടക്കുന്നത്. കേരളത്തിൽ നടന്നിട്ടുള്ള ക്രൈസ്തവ ആക്രമണങ്ങളെക്കുറിച്ച്, അല്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ച് ഒരക്ഷരം ഇവരാരും മിണ്ടി ഞങ്ങളാരും കണ്ടിട്ടില്ല. ഏറ്റവും ദുഃഖകരമായ സത്യം, നമ്മുടെ പള്ളുരുത്തി സെയിൻറ്റ് റീത്ത സ്കൂളിൽ, ആ സ്കൂളിന് നേരെ STP ആക്രമണം ഉണ്ടായപ്പോൾ മലയാളി കൂടിയായ AICC ജനറൽ സെക്രട്ടറി ഒരക്ഷരം ആ വിഷയത്തിൽ മിണ്ടി നമ്മളാരും കണ്ടില്ല. ഇന്നും ഈ നിമിഷവും കളമശ്ശേരിയിലെ കന്യാസ്ത്രീ മഠത്തിന് മുമ്പിൽ അതിക്രമിച്ച് കയറി അവരുടെ വഴിയും കുടിവെള്ളവും തടസ്സപ്പെടുത്തി ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിനെതിരെ ഇവരാരും മിണ്ടുന്ന കണ്ടില്ല. ഇവിടെ മുനമ്പത്ത് അത്രയും വലിയ വിഷയം, ക്രൈസ്തവർക്ക് ഏറ്റവും അധികം നേരിട്ടൊരു വിഷയമുണ്ടായിട്ട് അവിടെ ആരെയും ഇന്ന് വരെയും പ്രതികരിക്കുന്നതായിട്ട് നമുക്ക് കണ്ടില്ല. അതുപോലെ നമുക്കറിയാം, ക്രൈസ്തവർ ഇന്ത്യയിൽ ന്യൂനപക്ഷം, ഞാനൊരു ന്യൂനപക്ഷക്കാരനായ ക്രൈസ്തവനായ വ്യക്തിയാണ്. 2.5% പോലും ക്രൈസ്തവർ ഇന്ത്യയിലില്ല. പക്ഷേ 50%-ലധികം ക്രൈസ്തവരുള്ള നൈജീരിയയിലും സുഡാനിലും വലിയ രീതിയിലുള്ള നരഹത്യ നടക്കുമ്പോൾ അതിൽ എത്രയോ സുരക്ഷിതരായി ഇന്ത്യ മഹാരാജ്യത്ത് ക്രൈസ്തവർ ജീവിക്കുന്നു എന്ന് ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കളൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, ഭാരതീയ ജനതാ പാർട്ടിയുടെ മുമ്പിൽ വരുന്ന ഏതൊരു വിഷയങ്ങളെയും ഇടപെടാനും, നമുക്കറിയാം 150 കോടി ജനമുള്ള ഈ രാജ്യത്ത് ഒരു വിഷയം എവിടെയെങ്കിലും ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, ഇത്തരത്തിലുള്ള എലമെൻറ്റ്സ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഞങ്ങൾ അറിയുന്ന വിഷയങ്ങളിൽ വളരെ കൃത്യമായി ഇടപെടാൻ, പ്രത്യേകിച്ച് മലയാളികൾ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും, നിങ്ങൾക്കറിയാം ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഞങ്ങൾ പോയി നിന്ന് പരിഹാരം, ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർജിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ പോയി നിന്ന് പരിഹാരം ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല, ക്രൈസ്തവ സഭയും ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരും ഒക്കെയായി നിരന്തരമായി BJPയുടെ നേതൃത്വവും കേന്ദ്ര സർക്കാരും നിരന്തരമായി ഇടപെടുന്നതും അവരുമായി നല്ല ബന്ധത്തിലാകുന്നതുമൊക്കെ കോൺഗ്രസ്സിന് വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾക്കറിയാം, CBCIയുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് ഒരു തികഞ്ഞ സ്വയം സേവൻ കൂടിയായ ഇന്ത്യൻ വൈസ് പ്രസിഡൻ്റാണ്. അദ്ദേഹം ഉണ്ണീശോയ്ക്ക് മുമ്പിൽ വണങ്ങുന്ന ചിത്രമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള, മാത്രമല്ല പിറ്റേ ദിവസം ഇന്ത്യൻ വൈസ് പ്രസിഡൻ്റ് വീട്ടിൽ നടന്നിട്ടുള്ള ക്രിസ്മസ് ആഘോഷത്തിൽ ഇന്ത്യ ഒട്ടാകെയുള്ള ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ, അത് എല്ലാ ഫ്രാക്ഷൻസിലുമുള്ള മതമേലധ്യക്ഷന്മാർ പങ്കെടുത്തിരുന്നു.